ഒരു നേരം പോലും വീട്ടിൽ ചുമ്മാ ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് വണ്ടി എടുത്ത് ഞങ്ങൾ ഇറങ്ങി. പോണ വഴി കൂടെ പച്ചപ്പും ഹരിതാപവും കണ്ടപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, വണ്ടി അങ്ങോട്ട് തന്നെ തിരിച്ചു. പ്രത്യേകിച്ചൊരു പ്ലാനൊന്നും ഇല്ലാത്തതുകൊണ്ട് പോണ വഴി വല്ല ഇടവഴിയും കണ്ട് അങ്ങോട്ട് ഞങ്ങൾ കയറും. വല്ല നല്ല ഇടത്തോട്ടായിരിക്കും ചേട്ടൻ ഇനി കൊണ്ടുപോണേന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ ദേ കിടക്കണു, വഴി തീർന്നേക്കണു. ഇനി നമ്മൾ എന്ത് ചെയ്യും ദാസ എന്നായിരുന്നു ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചുകൊണ്ടിരുന്നത്. പിന്നെ എന്നെ വണ്ടിയിൽ നിന്ന് ഇറക്കി ആള് വണ്ടി തിരിക്കാൻ തുടങ്ങി. പിന്നെ വന്നു ചേർന്നത് ഒരു അമ്പലത്തിന്റെ മുന്നിലായതുകൊണ്ട് ദൈവമേ രക്ഷിക്കണേ എന്നായിരുന്നു പ്രാർത്ഥന. വേറെ വഴിയൊന്നുമില്ലല്ലോ, വന്ന വഴി കൂടെ തന്നെ തിരിച്ചു പോവാം. അങ്ങനെ വീണ്ടും പച്ചപ്പും ഹരിതാപവും തന്നെ ആസ്വദിക്കാൻ തുടങ്ങി. പോയി പോയി രണ്ടും കൂടി ഒരു വഴിയെത്തി. പിന്നെ എങ്ങോട്ടാന്നായി ഞങ്ങളുടെ തർക്കം. പിന്നെ ഒന്നും നോക്കിയില്ല, റൈറ്റ് തന്നെ എടുത്തു. അങ്ങനെ ആ വഴിക്കൂടെ ഞങ്ങൾ ചെന്ന് കയറിയത് ഒരു കടയുടെ മുന്നിലായിരുന്നു കേട്ടോ. പിന്നെ അവിടുത്തെ പലഹാരങ്ങളൊക്കെ നോക്കി. അവിടെ മുന്തിരി കട്ടൻ ഉണ്ടായത് കൊണ്ട് ഞാൻ അതാണ് ഓർഡർ ചെയ്തത്. പിന്നെ നമ്മുടെ മദാമപ്പൂടയും കഴിച്ചു. അപ്പോഴേക്കും മുന്തിരിക്കട്ടനും റെഡിയായി. അവിടെ നല്ല ആംബിയൻസ് ആയിരുന്നു കേട്ടോ. അവിടുത്തെ ഡ്രോയിങ്ങും ലൈറ്റിങ്ങും എല്ലാം കൊള്ളായിരുന്നു. പിന്നെ അവിടെ നിന്ന് മുന്തിരിക്കട്ടനും കുടിച്ച് പുറത്തോട്ട് കാഴ്ചയും കണ്ടിരിക്കാൻ തുടങ്ങി. ഇനിയിപ്പോൾ വീട്ടിലോട്ട് പോകണ്ടേ, മുന്തിരിക്കട്ടനും കുടിച്ച് ഹെൽമറ്റും ധരിച്ച് പോവാന്ന് അങ്ങോട്ട് വിചാരിച്ചു. വീട് എയർപോർട്ടിൻ്റെ അടുത്തായതുകൊണ്ട് എവിടെ പോയാലും എയർപോർട്ട് റോഡ് ടച്ച് ചെയ്യാണ്ട് ഞങ്ങൾ വീട്ടിലോട്ട് കയറാറില്ല. അങ്ങനെ അവസാനം വീടും എത്തി. ഓക്കെ, ബൈ.